Hi students, today we are going to discuss the rest of the methods of risk measurement. Okay, so first one is coefficient of determination, that is R square. So you know that what is R? R, which stands for the correlation of coefficient. Okay, so this correlation coefficient is used to measure the relationship between the two variables. Okay, so here that is R square, that is coefficient of determination. It is a statistical measure which tell us how much the movement in security is because of the movement in the market index. Okay, so അതായത് മാർക്കറ്റ് റിട്ടേണിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് എത്രത്തോളം ചേഞ്ചസ് സെക്യൂരിറ്റിയിൽ വന്നിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ടൂളാണ് ഇത് കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if R square is 0.64, which implies that 64% of variation in the price of security is caused by the variation in the market index, and remaining 36% is due to the other factors which is related to the company. Okay, so R square, for example, R square നിങ്ങൾക്ക് കിട്ടുന്ന R square എന്ന് പറയുന്നത് 0.64 ആണെങ്കിൽ which means that അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി റിട്ടേണിൽ വരുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൈസിൽ വരുന്ന ആ ഒരു വേരിയേഷനിൽ 64% എന്താണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി വേരിയേഷൻസ് ഇൻ ദി മാർക്കറ്റ് ഇൻഡെക്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് 64% സെക്യൂരിറ്റിയുടെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് റിമൈനിങ് 36% ഇറ്റ് മേ ബി ഡ്യൂ ടു ദി അതർ ഫാക്ടേഴ്സ്. ഓക്കെ, സോ ബാക്കി 36% എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ട് വരുന്ന ചേഞ്ചസ് ആയിരിക്കും. പക്ഷേ ആർ സ്ക്വയർ 0.64 ആയ കാരണം എന്താണ്, നമ്മുടെ മാർക്കറ്റ് ഇൻഡെക്സിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് 64%ഉം എന്തിന് വ്യത്യാസം വരുന്നത്, സെക്യൂരിറ്റി പ്രൈസിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ദെൻ നെക്സ്റ്റ് tool which is used for the risk measurement is alpha. Okay, so alpha, which means we have already learned about beta. So the another tool which is used for the risk measurement is alpha. Alpha, it is an indicator of the extent to which the actual return of security deviates from its risk adjusted return. And it measures the value of the dependent variable when independent variable is 0, which means that alpha എന്നുള്ളൊരു മെഷർമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വാല്യൂബിളിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വാല്യൂബിളിൻ്റെ വാല്യൂ എത്രയായിരിക്കും അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് ആൽഫ. വിച്ച് മീൻസ് ദാറ്റ് നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത്, ഒന്ന് സെക്യൂരിറ്റിയും രണ്ട് മാർക്കറ്റും. റൈറ്റ്, സോ മാർക്കറ്റ് വേരിയബിൾ ഇവിടെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതാണ്, മാർക്കറ്റ് ഇൻഡെക്സ് ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ. സോ നമ്മുടെ മാർക്കറ്റ് റിട്ടേൺ 0 ആകുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയുടെ വാല്യൂ എത്രയാണ് അത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ഇസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ടു ബി ഏൺഡ് ബൈ എ സെക്യൂരിറ്റി based upon the systematic risk which is associated with it. So നമുക്ക് ആൽഫ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൽഫ is equal to average or actual return of the security minus beta into RM. See here, average or actual return of the security average or actual return which is represented by y bar. Okay, so y bar minus beta into RM ആണ് നമ്മുടെ എന്ത് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആവറേജ് ഓർ ആക്ച്വൽ റിട്ടേൺ ഓഫ് ദി സെക്യൂരിറ്റി മൈനസ് ബീറ്റ ഇൻറ്റു RM. RM stands for market return and beta stands for beta coefficient. Okay, നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്ന ഫാക്ടറാണ് ഇത് ബീറ്റ എന്ന് പറയുന്നത്. Then here is the first question, that is find alpha. So നമുക്കിവിടെ ഡാറ്റ തന്നിട്ടുണ്ട്, that is ഇയർ കോളം ഉണ്ട്, മാർക്കറ്റ് റിട്ടേൺ ഉണ്ട്, ദെൻ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ACC ലിമിറ്റഡിൻ്റെയാണ് സെക്യൂരിറ്റി. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താ, ലെറ്റ് മാർക്കറ്റ് ആസ് എക്സ് ആൻഡ് ACC ലിമിറ്റഡ് ആസ് വൈ. സോ മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് എന്നുള്ള വേരിയബിൾ കൊണ്ടും അതുപോലെ തന്നെ ACC ലിമിറ്റഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ എന്നുള്ള ടേം കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പെർട്ടിക്കുലർ സെക്യൂരിറ്റീനെ വൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ് ദി മാർക്കറ്റ് ആസ് എക്സ് ആൻഡ് ACC ലിമിറ്റഡ് ആസ് വൈ.
ദെൻ യൂഷ്വലി നമ്മൾ ബാക്കി മെത്തേഡ്സിൽ ചെയ്ത പോലെ തന്നെ ടേബിൾ ഫോർമാറ്റിൽ ചെയ്യുക. ദാറ്റ് ഇസ് എക്സ് കോളം കൊടുക്കുക, ദെൻ വൈ കോളം. സോ എക്സ് കോളത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാർക്കറ്റ് റിട്ടേൺസ് എഴുതുക, ദെൻ ടോട്ടൽ ചെയ്യുക. വൈ കോളത്തിൽ നിങ്ങളുടെ എക്സിസ് ലിമിറ്റഡ് ദാറ്റ് ഇസ് പെർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ടോട്ടൽ ചെയ്യുക. ദെൻ നെക്സ്റ്റ് തേർഡ് കോളം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് മാർക്കറ്റ് റിട്ടേൺസിന് നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുള്ളതാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ വൈ സ്ക്വയർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സെക്യൂരിറ്റി റിട്ടേൺസിനെ സ്ക്വയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് വൈ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഇസ് ഫസ്റ്റ് കോളം ഇൻറ്റു സെക്കൻഡ് കോളം, അതാണ് നമ്മുടെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, then ഈ എല്ലാ കോളംസും നമ്മൾ ടോട്ടൽ ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് സി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആൽഫ, റൈറ്റ്? സോ നമുക്ക് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Alpha is equal to average return of the security minus beta into RM, right? So നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ബീറ്റ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബീറ്റ അണ്ടർ റിഗ്രഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മളിവിടെ റിഗ്രഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ബീറ്റ അണ്ടർ റിഗ്രഷൻ മെത്തേഡ് ദാറ്റ് ഇസ് ബീറ്റ ഇസ് ഈക്വൽ ടു n into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x whole square. സോ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.4 ആണ്. സോ നിങ്ങളുടെ ബീറ്റ ഫാക്ടർ ബീറ്റ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1.4. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ വേണ്ടത് y bar ആണ്, that is average return of the security. So average return of the security എന്ന് പറയുമ്പോൾ എന്താണ്, that is y bar കാൽക്കുലേറ്റ് ചെയ്യുക. y bar is equal to sigma y divided by n. ഓക്കെ, സോ നമ്മുടെ സിഗ്മ വൈ എന്ന് പറയുന്നത് y കോളത്തിന്റെ ടോട്ടൽ നമുക്ക് വന്നിരിക്കുന്നത് 80 ആണ്. സോ 80 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇസ് ദി y bar. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ആവറേജ് റിട്ടേൺ ഓഫ് ദി സെക്യൂരിറ്റി മൈനസ് ബീറ്റ ഇൻറ്റു RM. RM which means market return. So നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ദാറ്റ് ഇസ് 75 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 15 ആണ് നമ്മുടെ മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 16 മൈനസ് ബീറ്റ ദാറ്റ് ഇസ് 1.4 ഇൻറ്റു 15. സോ യു വിൽ ഗെറ്റ് -5. സോ നമുക്ക് വന്നിരിക്കുന്ന ആൽഫ എന്ന് പറയുന്നത് എന്താ, -5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൽഫ. ഓക്കെ, then here is the other question that find alpha and beta of the equity shares of B Limited. See, B Limited എന്നുള്ള ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് 7 ഇയേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് B Limited റിട്ടേൺ ദാറ്റ് ഇസ് പെർട്ടിക്കുലർ സെക്യൂരിറ്റി റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് Y. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ ദാറ്റ് ഇസ് X. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ബോത്ത് ദി ആൽഫ ആൻഡ് ബീറ്റ ഓഫ് ദിസ് കമ്പനി. ഓക്കെ, സോ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ബീറ്റ 0.64ഉം ആൽഫ 9.12 ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ആൽഫ. സോ ആൽഫ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വിച്ച് ഇസ് യൂസ്ഡ് ടു measure the value of the dependent value of the dependent variable when independent variable is 0. That is independent variable 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിപെൻഡന്റ് വാരിയബിളിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ എന്ന് പറയുന്നത് ആൽഫ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി അനദർ മെത്തേഡ് ദാറ്റ് ഇസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. So CAPM which stands for Capital Asset Pricing Model. So ഈ ഒരു മെത്തേഡ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഈക്വിറ്റി ഷെയർസിൻ്റെ ഒക്കെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദാറ്റ് ഇസ് FML ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ CAPM ദാറ്റ് ഇസ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. So this CAPM is a method which is used to measure the cost of equity. അതായത് ഈക്വിറ്റി ഷെയർസിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, CAPM എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് CAPM മോഡൽ
here the return on equity shares is related with or it is dependent on the risk which is associated with it. അതായത് ആ ഒരു ഷെയറുമായുള്ള റിസ്കുമായിട്ട് റിലേറ്റഡ് ആണ് അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്കറിയാം റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൽ പറയുന്നത് എന്താണ്? As the risk increases, the return increases. As the risk decreases, the return also decreases, which means there exists a positive linear relationship between the risk and return. Okay, so normally നമ്മളിപ്പം ഇക്വിറ്റി ഷെയർസിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിവിഡൻഡ് yield മെത്തേഡ്, ഡിവിഡൻഡ് yield പ്ലസ് ഗ്രോത്ത് മോഡൽ, then what earning price method, അങ്ങനെ ഒത്തിരി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് CAPM എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് CAPM മെത്തേഡ് റിട്ടേൺ ഓൺ ഈക്വിറ്റി ഷെയർസ് ആസ് റിലേറ്റഡ് വിത്ത് ദി amount of risk which is associated with it. Okay, so if more risk is associated with it, it will provide more return and vice versa. So നമുക്കറിയാം ബേസിക്കലി റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 2 types of risk ആണ് വരുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും, രണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ഓക്കെ, സോ ഈ ടോട്ടൽ റിസ്കിനെ മെഷർ ചെയ്യുന്ന ടൂളാണ് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഏത്? ബീറ്റ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ there are basically 2 types of risk, that is systematic risk and unsystematic risk. Okay, so this systematic risk is measured by ബീറ്റ ഫാക്ടർ. സോ ബീറ്റ ഫാക്ടർ ആണ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ബീറ്റ വാല്യൂ ഇസ് ഹയർ, ദ റിസ്ക് ഇസ് കൺസിഡർഡ് ടു ബി ഹൈ. നമുക്ക് കിട്ടുന്ന ബീറ്റ ഫാക്ടർ അല്ലെങ്കിൽ ബീറ്റ കോഎഫിഷ്യന്റ് ഗ്രേറ്റർ ആണെങ്കിൽ നമ്മുടെ അവിടുത്തെ റിസ്ക് ഫാക്ടർ എന്താണ്? ഗ്രേറ്റർ ആണ്. ഓക്കെ, then so under this CAPM model ഉപയോഗിച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ആണ് KE is equal to, KE stands for cost of equity. Okay, so KE is equal to RF plus beta into RM minus RF. So KE stands for cost of equity, then RF stands for risk free rate of return, beta, that is beta coefficient, RM stands for market return. Okay, so ഇവിടെ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനൊക്കെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺസ് ആണ്. കാരണം നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഇപ്പം ട്രഷറി ബിൽസ് അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് നമുക്ക് മിനിമം റിസ്ക് ആണ് അവിടെ നമുക്ക് ബെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇൻവെസ്റ്റേഴ്സിന്. സോ അതുകൊണ്ട് തന്നെ അത്തരം ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് എന്താ? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺസ് ആണ്. ഓക്കെ, സോ RF is റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. Then beta is beta coefficient and RM stands for market return. So we already discussed ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ബീറ്റ കോഎഫിഷ്യന്റ് ബേസിസിൽ നമുക്ക് ഷെയർസിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തത്. ഒന്ന്, ഇഫ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ് ഇസ് ദി കേസ് ഓഫ് നോർമൽ ഷെയർസ്. ഇഫ് ബീറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഇസ് അഗ്രസീവ് ഷെയർസ്, ആൻഡ് ഇഫ് ബീറ്റ ഇസ് ലെസ് ദാൻ 1 ഇറ്റ് ഇസ് ഡിഫെൻസീവ് ഷെയർസ്. ഓക്കെ, then the next is the merits and demerits of this model, that is CAPM model. Merits എന്ന് പറയുമ്പോൾ the first merit is that it is theoretically sound and it considers the risk for determining the cost of equity. So normally നമ്മൾ cost of equity calculate ചെയ്യാനായിട്ടുള്ള മറ്റ് മെത്തേഡ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യൂഷ്വലി അതർ മെത്തേഡ്സ് നമ്മൾ ഡിവിഡൻഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഈ CAPM മോഡലിൽ നമ്മൾ എന്താണ്? റിസ്ക് ഫാക്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബീറ്റ കോഎഫിഷ്യന്റ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്ന കാരണം ആ ഒരു സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്കിന് നമ്മളിവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെറിറ്റ് ഓഫ് ദിസ് method. Then the demerits, which includes it doesn't considers the market price. അതായത് ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പകരം എന്ത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ? അതിന്റെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ള ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ടോട്ടൽ റിസ്ക് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ദി സിസ്റ്റമാറ്റിക് റിസ്ക്. അതായത് ബീറ്റ കോഎഫിഷ്യന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം ബീറ്റ കോഎഫിഷ്യന്റ് മെഷേഴ്സ് ഓൺലി ദി സിസ്റ്റമാറ്റിക് റിസ്ക്. അവിടെ നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഒരു പോർഷൻ നമ്മളോട് ഇഗ്നോർ ചെയ്യുന്നത്. ഓക്കെ, so it is another demerit of this CAPM model, and there are some problems in its practical application. Okay, so these are the merits and demerits of this method. Then here are the problems to solve using this CAPM model. See, first question is this: compute the cost of equity if interest on government bond is 6% and market return is 18% and beta factor is 1.1.
So you are required to calculate the cost of equity. So നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to RF plus beta into RM minus RF. ഓക്കെ, സോ നമുക്കിവിടെ RF നമ്മൾ പറഞ്ഞു റിസ്ക് ഫ്രീ റിട്ടേൺസ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ബോണ്ട് 6%. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമുക്ക് യൂഷ്വലി ഗവൺമെന്റ് സെക്യൂരിറ്റീസും കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്, 6%. ഓക്കെ, സോ 6 plus beta factor 1.1 into RMS 18%. So 18 minus 6. So you will get 19.2% as the cost of equity. Then second question. Risk-free rate of return is 11%. Beta coefficient is 1.25. And compute the cost of equity capital under CAPM model assuming market return is 15%. Okay, then what would be the cost of equity if this beta coefficient increases to 1.75. So ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആണ് വരുന്നത്. ഒന്ന് ബീറ്റ കോഫിഷ്യന്റ് 1.25 വരുന്ന സിറ്റുവേഷനും, രണ്ട് ബീറ്റ കോഫിഷ്യന്റ് 1.75 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനും. ഓക്കെ, സോ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് K ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. സോ നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 11% ആണ്. സോ 11 പ്ലസ് beta is 1.25 into 15 minus 11. Okay, so 16% ആണ് നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷനിൽ വരുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. Then second situation എന്ന് പറയുന്നത് when beta factor increases to 1.75, then our cost of equity will becomes 8.875. That is 11 plus 1.75 into 15 minus 11. That is 8.875% ആണ് നമുക്ക് വരുന്ന cost of equity. Then another question. XYZ stock returned 10%. The risk-free rate of T-bill is 6%. That is T-bill, which means treasury bill. So നമുക്ക് government security ആയിട്ടുള്ള treasury bills നമുക്ക് കിട്ടുന്ന return എന്ന് പറയുന്നത് 6% ആണ്, which means our risk-free rate of return. And market return is 12%. Company's beta is 1.3. Then what is the expected return? So നമ്മൾ equation use ചെയ്യുക. That is RF plus beta into RM minus RF. നമ്മുടെ risk-free rate of return എന്ന് പറയുന്നത് 6%. So 6 plus beta is 1.3 into RM is 12%. So 12 minus 6. So you will get 13.8% as cost of equity. Okay, so we will discuss the first one is coefficient of determination. I know the one of the tool which is used for the risk measurement. Then second we will discuss the alpha factor. Then finally the CAPM, that is capital asset pricing model. Okay. So with this we are concluding our second chapter, that is return and risk. Hope you understand what is return and what is risk and how to solve these problems. Okay. So problems will work out here. Thank you.